പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തുതി. നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 95. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോവി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡോൺ ഗോ, ഏപ്രിൽ 18, 1987. 350. എൻ്റെ അതിയായ വേദനയുടെ സാപത്ത്. എൻ്റെ വത്സലസുതരെ, ദുഃഖിതയായ നിങ്ങളുടെ അമ്മയുടെ സമീപേ ഇന്ന് എന്നോട് ചേർന്ന് നിലകൊള്ളുവിൻ. എൻ്റെ അതീവ വ്യാകുലതയുടെ ദിവസമാണ് ഇന്ന്. മൃതനായ യേശുവുമൊത്ത് ജീവിച്ച ഏക ദിവസം. യോഹന്നാൻ്റെയും വിശുദ്ധ സ്ത്രീകളുടെയും സഹായത്തോടുകൂടി ശവകുടീരത്തിന്മേൽ അവൻ്റെ ദിവ്യശരീരം സംസ്കരിച്ച് ഒരു വലിയ കല്ല് ഗുഹാമുഖത്ത് ഉരുട്ടിവെച്ച് അടച്ച ശേഷം അന്നാദ്യമായി എൻ്റെ പുത്രനെ കൂടാതെ എനിക്ക് കഴിയേണ്ടി വന്നു. എല്ലാം നിശ്ചലമായ പ്രതീതി അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ മുതൽ അവിരാമമായ പ്രാർത്ഥനയിലൂടെയുള്ള തുടർച്ചയായ ജാഗരണം ഞാൻ ആരംഭിച്ചു. പ്രത്യാശയോട് കൂടിയ ആ പ്രാർത്ഥന സ്വർഗ കവാടങ്ങളെപ്പോലും ഭേദിച്ചു ചെല്ലുവാൻ ശക്തിയുള്ളവയായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ഭരമേൽപ്പിച്ചു തന്ന നിങ്ങൾക്കായി ദുഃഖാത്മകമായ ഒരു ചട്ടക്കൂട് ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കണ്ട ദുഃഖങ്ങളെല്ലാം ക്ഷമാപൂർവം ഞാൻ സഹിച്ചത്. ഇത് ഒരു വലിയ വിശ്രമത്തിൻ്റെ സാപത്താണ്, ഒരു മഹാ നിശബ്ദതയുടെ സാപത്ത്. എൻ്റെ അഗാധ ദുഃഖത്തിൻ്റെ സാപത്തു കൂടിയാണ്. കഷ്ടതകളാൽ ഞെരിക്കപ്പെട്ട ക്രൂശിതയും വേദനിക്കുന്നവളുമായി പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ തൻ്റെ പുത്രനെ കൂടാതെ നിലകൊണ്ട ഒരേ ഒരു ദിവസമാണിത്. നിങ്ങളുടെ അമ്മയ്ക്കും കൂടെ ആശ്വാസം പകർന്നു നൽകേണ്ട ദിവസമാണിത്. എല്ലാ മക്കളുടെയും ആശ്വാസം അമ്മയായ എനിക്ക് നൽകേണ്ട ദിവസം കൂടിയാണിത്. മക്കൾ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും യഥാർത്ഥമായും എന്നെ സ്നേഹിക്കുന്നു എന്ന ചിന്ത എനിക്ക് അനൽപമായ ആശ്വാസമാണ് പകർന്നു നൽകുന്നത്. അനുഭവവും ആത്യന്തികവുമായ സമർപ്പണത്തിൻ്റെ ഈരടികൾ അവനിൽ നിന്നും വീണ്ടും ഒഴുകിയെത്തുന്നത് പോലെ തോന്നുന്നു. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഇന്ന് എൻ്റെ ദുഃഖത്തിൻ്റെ ഈറ്റില്ലത്തിൽ നിന്നുകൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് മഹനീയമായ ദൈവിക ദാനങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുക്കുക. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും ദിവസമാണ്. നവ്യമായ മാതൃത്വത്തിൻ്റെ സാപത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. എൻ്റെ പുത്രൻ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ആദ്യഫലമെന്ന നിലയിൽ ഈ മഹനീയ ദാനത്തെ തിരുസഭ സ്വീകരിച്ചു. ഇക്കാരണത്താലാണ് പുരാതന കാലം മുതൽ തന്നെ ശനിയാഴ്ചകൾ എൻ്റെ പ്രത്യേക സ്തുതിക്കായി നീക്കിവെക്കുന്ന പാരമ്പര്യം എല്ലായിടത്തും പരമ്പരാഗതമായി നിലനിൽക്കുന്നത്. ഈ ദിവസം എനിക്കായി പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങളെല്ലാവർക്കോടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ഇടയ്ക്കുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സകലരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന ഒരു ദിവസമാണിത്. എല്ലാവരുടെയും ഒരു കടന്നുപോക്കിൻ്റെ ദിവസം കൂടിയാണിത്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, പീഡനത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, സ്വാർത്ഥതയിൽ നിന്ന് സ്നേഹത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, കൂരിരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഇവയ്ക്കൊന്നിനും ഒരിക്കലും ഒരു തകർച്ചയും നേരിടേണ്ടി വരുന്നില്ല. പ്രകാശിതമായ ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. അതിനാൽ എല്ലാ ശനിയാഴ്ചകളും എൻ്റെ പ്രത്യേക വണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിലൂടെ പീഡാനുഭവങ്ങളുടെ ദുഃഖിതയായ അമ്മയും ഉത്ഥാനത്തിൻ്റെ മഹത്വപൂർണ്ണതയാർന്ന മാതാവുമായി എന്നോടൊത്ത് നിങ്ങളുടെ അനുദിന പെസഹ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചുകൊണ്ട് നിങ്ങളെ ആന്തരിക പ്രശാന്തതയിലേക്ക് നയിക്കുവാൻ അപ്പോൾ എനിക്ക് കഴിയും. മിലാൻ, മെയ് 13, 1987. ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് അപ്പാരിഷൻ അറ്റ് ഫാത്തിമ. 351. ഏത് അഗാധ ഗർത്തത്തിലാണ് നിങ്ങൾ നിപതിച്ചിരിക്കുന്നത്? രക്ഷയുടെയും മാനസാന്തരത്തിൻ്റെയും സന്ദേശം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഫാത്തിമയിലെ കോവാദ ഏരിയയിൽ 70 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്.
ആ സമയം മുതൽ ഞാൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് നിരന്തരമായ സ്ഥിരീകരണം നൽകാൻ പോന്നതായിരുന്നു ഇക്കഴിഞ്ഞ വർഷത്തിലെ സംഭവ പരമ്പരകൾ. മാനസാന്തരത്തിലൂടെ ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരുവാനുള്ള മനുഷ്യൻ്റെ തിരസ്കരണം മാനവ ദേശമൊട്ടാകെ വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും പാപത്തിൻ്റെയും അനുദിനം വർദ്ധിച്ച് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അവിശുദ്ധിയുടെയും ഊഷരതയും വിറങ്ങലിച്ചതുമായ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഒന്നിനു മുകളിൽ ഒന്നായി അനേകമനേകം യുദ്ധങ്ങൾ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. സമാധാനം സംസ്ഥാപിതമാക്കാനുള്ള നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും വിഫലമായി പോകുന്നതേയുള്ളൂ. മുൻപത്തേക്കാളുപരി ഇന്ന് യുദ്ധത്തിൻ്റെ വിനാശത ലോകത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കണമെന്ന, പ്രത്യേകിച്ച് പരിശുദ്ധ ജപമാല തുടർച്ചയായി ചൊല്ലണമെന്ന എൻ്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇന്ന് പലരും വിമുഖത പ്രകടിപ്പിക്കുകയാണ്. അതിനാൽ പാപാന്ധകാരം ലോകമാസകലം ആവരണം ചെയ്യുകയും തിന്മ മഹാർബുദമെന്ന പോലെ എങ്ങും പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. പാപത്തെ തിന്മയായി നോക്കിക്കാണാൻ പോലും ഇന്നും പലർക്കും സാധിക്കുന്നില്ല. മറിച്ച് പാപം പരസ്യമായി നീതീകരിക്കപ്പെടുകയും നന്മയായി പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്വീകരിക്കുന്നതിന് ജനങ്ങൾ ഇന്ന് വിമുഖത പ്രകടിപ്പിക്കുന്നു. സ്വാഭാവികമായും അവർ പാപത്തിൽ ജീവിക്കുകയും പാപത്തിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാനും പ്രായശ്ചിത്തമനുഷ്ഠിക്കുവാനും എന്തുമാത്രം ആത്മാക്കളാണ് അനുദിനം നരകത്തിൽ നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സകല മെത്രാന്മാരും മാർപ്പാപ്പയോട് യോജിച്ചുകൊണ്ട് റഷ്യയെ എനിക്ക് പ്രതിഷ്ഠിക്കണമെന്ന എൻ്റെ അഭ്യർത്ഥന നിരാകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. റഷ്യയുടെ അബദ്ധ സിദ്ധാന്തങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സംസ്കാരത്തിൽ കെട്ടിപ്പടുത്ത നിരീശ്വര പ്രവണതയുള്ള മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ജനങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ ഇന്ന് സാധിക്കുന്നില്ല. തൻ്റെ അയൽക്കാരൻ്റെ നന്മയെയും ജീവനെയും ഒന്നും അവർക്ക് പ്രശ്നമല്ല. വെറുപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും ജ്വാലകൾ മാനവ ഹൃദയങ്ങളിൽ ഇനിയും നശിക്കാതെ കിടക്കുന്ന നന്മയുടെ വിത്തുകളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രരെ കുരുക്കിലാകപ്പെടുന്നു. വഞ്ചിതരായ യുവതിടമ്പുകൾ പൈശാചിക അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ഭവനങ്ങളെല്ലാം വിശുദ്ധന്മാരോടുള്ള അവജ്ഞയും മതേതര പ്രവണതകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ഈ പരിത്യക്താവസ്ഥ എന്തു ഭീകരമാണ്! നിങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന അന്ധകാരം എത്ര തീവ്രതയേറിയതാണ്! എത്ര വലിയ ഗർത്തത്തിലാണ് നിങ്ങൾ നിബന്ധിച്ചിരിക്കുന്നത്! അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും ഭരണം എല്ലായിടത്തും വ്യാപിക്കുന്നതിൽ സാത്താൻ വിജയം കൈവരിച്ചിരിക്കുന്നു. അജയ്യനായ ഒരു ജേതാവിനെ പോലെ അവൻ ഭരണം നടത്തുകയാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഞാൻ ഫാത്തിമയിൽ വെച്ച് പ്രവചിക്കപ്പെട്ടതും ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതുമായ എൻ്റെ വാക്കുകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് എൻ്റെ സമയമാണ്. വേദനാജനകമായ സാത്താൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹത്വപൂർണമായ വിജയത്തിൻ്റെ വർഷങ്ങൾ ഇതാ ആരംഭിക്കാൻ പോകുന്നു. അതിനായി എൻ്റെ പദ്ധതിക്ക് പിന്തുണ നൽകുവാനും മരിയൻ വൈദിക പ്രസ്ഥാനം ലോകമാസകലം പ്രാവർത്തികമാക്കുവാനുമുള്ള ഈ പദ്ധതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ഇന്ന് സ്വാഗതം ചെയ്യുന്നു. നവ്യവും ആത്യന്തികവുമായ ഒരു പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും ചെറിയവരായ നിങ്ങളെ ഞാൻ ഉപയോഗിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങ് അകലങ്ങളിൽ പോലും നിങ്ങളെ ഞാൻ എത്തിക്കുകയും ചെയ്യുന്നു. അതിമഹത്തായ സംഭവ പരമ്പരകൾ ആരംഭിക്കുന്ന സമയം ഇനിയും അധികം വിദൂരത്തിലല്ല. അതിനായിട്ടാണ് പരിശുദ്ധ പിതാവ് മരിയൻ വത്സരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കായി ഞാൻ ഒരുക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ നിങ്ങളെല്ലാം അഭയം പ്രാപിക്കൂ. അന്ധകാരത്തിൻ്റെ അഗാധഗർത്തത്തിൽ നിന്ന്, വന്യമായ മൂകതയിൽ നിന്നും പ്രകാശത്തിൻ്റെയും വരപ്രസാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തുംഗ ശൃംഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള എൻ്റെ വർഷങ്ങളാണിവ. എൻ്റെ വിമല ഹൃദയം മകുടമണിയുന്നതിലൂടെ എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഭരണം അത്യുജ്വലമായി വിളങ്ങി പ്രകാശിക്കും. വാഷിംഗ്ടൺ, മെയ് 17, 1987. നാഷണൽ ഷ്രൈൻ ഓഫ് ദ ഇമ്മാക്കുലേറ്റ് കോൺസംപ്ഷൻ 352. നിങ്ങളുടെ പ്രകാശത്തിൻ്റെ തിരിച്ചുവരവ്. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേളയിൽ വിശ്വാസികളും വൈദികരും ഉൾപ്പെട്ട ഈ സമൂഹം പ്രാർത്ഥനയ്ക്കും പങ്കുവെക്കലിനുമായി വളരെയധികം നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്.
ദീർഘവും ക്ഷീണിപ്പിക്കുന്നതുമായ ഒരു യാത്ര നിങ്ങൾ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. അമേരിക്കയുടെ ഇതര ഭാഗങ്ങളിലും കാനഡയിലും ഈ യാത്ര നിങ്ങളെ കൊണ്ടെത്തിക്കും. മാരകമായ അപകടങ്ങളുടെ നേർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാരാഷ്ട്രത്തെ ഞാൻ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ശതമാനം ജനങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള വിശ്വാസരാഹിത്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയും മാർപ്പാപ്പയുടെ നേർക്കുള്ള കഠിനമായ എതിർപ്പും മൂലം വേദനയുടെയും പീഡകളുടെയും മണിക്കൂറുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന തിരുസഭയെയും എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രബോധന അധികാരത്തെ അവഗണിക്കുകയും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ തത്വങ്ങൾ പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇന്ന് സാധാരണമായി മാറിയിരിക്കുന്നു. ഈ ദയനീയ അവസ്ഥയുടെ കാരണക്കാർ അജപാലകരാണ്. ദൈവത്തിൻ്റെ തിരുസഭയിലെ മെത്രാന്മാർ നല്ല ഇടയൻ കാട്ടിത്തരുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ നിക്ഷേപത്തെ ധൈര്യപൂർവ്വം ശക്തിയുക്തവും സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ വലിയൊരാവശ്യമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയിലെ അജപാലകർ പൂർണ്ണമായ വിനയാതിരേകത്തോടുകൂടി മാർപ്പാപ്പയുമായി യോജിപ്പിൽ വർത്തിക്കണം. കാരണം മാരകമായ ശീശ്മയിലേക്കാണോ നിങ്ങൾ ഓടിയടുത്തുകൊണ്ടിരിക്കുന്നത്? അതിനാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തിരുസഭയിലെ മെത്രാന്മാരും വൈദികരും ആത്മാക്കളുടെ രക്ഷ സാധിക്കുവാൻ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഒരു തിരിച്ചുവരവ് നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയിൽ പ്രധാനപ്പെട്ടത് ആത്മാക്കളാണ്. നിരുപദ്രവകാരികളും വിനീതനുമായ കുഞ്ഞാടുകളുടെ വേഷം ധരിച്ച ക്രൂരന്മാരായ ചെന്നായ്കളുടെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക. എല്ലായിടത്തും എന്തുമാത്രം സംഭ്രാന്തി വർദ്ധിക്കുകയും അന്ധകാരം കൂടുതൽ നിബിഡമാകുകയും തെറ്റുകൾ കൂടുതൽ വ്യാപിക്കുകയും മലവെള്ളം പോലെ പാപത്തിൻ്റെ കുത്തൊഴുക്ക് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുവിൻ. നിങ്ങൾക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ നിങ്ങൾ സംരക്ഷിക്കൂ. യഥാർത്ഥ ഇടയന്മാരിലേക്ക് അവരെ നയിക്കൂ. ദൈവവചനം കൊണ്ട് അവരെ പരിപോഷിപ്പിക്കൂ. പ്രാർത്ഥനയിലൂടെ അവരെ ശക്തരാക്കൂ. പരിശുദ്ധ ദിവ്യകാരുണ്യ ഭോജനം കൊണ്ട് അവരെ നിങ്ങൾ ഊട്ടുക. ഈ മഹാരാഷ്ട്രത്തെ ഒന്നാകെ രക്ഷിക്കുവാൻ എൻ്റെ മാതൃസ്നേഹം അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയമാകുന്ന അഭയസങ്കേതത്തിലേക്ക് അമേരിക്കയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ സൗഖ്യമുള്ളവരാകുവാൻ നിങ്ങളുടെ പാർശ്വങ്ങളിൽ ഞാൻ എന്നെ തന്നെയും സ്വയം അർപ്പിക്കുന്നു. ദരിദ്രരെയും അലഞ്ഞു തിരിയുന്നവരുടെയും രോഗികളുടെയും അവശ്യരുടെയും ആർത്തരെയും അവഗണിക്കപ്പെടുന്നവരെയും അന്വേഷിച്ച് നിങ്ങളുടെ മാർഗത്തിലൂടെ ഇതാ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ തിരുസഭയെ ഏറ്റവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവും പരിശുദ്ധ മാർപ്പാപ്പയോട് യോജിച്ചു നിൽക്കുന്നതുമായ തിരുസഭയെ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹനത്തിൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ വിമല ഹൃദയത്തിന് ഗംഭീര വിജയം സിദ്ധിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും പൂത്തുലഞ്ഞ് പരിലസിക്കുകയും ഈ ഭൂഖണ്ഡത്തിലെ എല്ലാവരെയും ആകർഷിച്ചെടുക്കുവാൻ പോകുന്ന വിധത്തിൽ തീവ്രമായ പ്രകാശം നിങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി പ്രവഹിക്കുകയും ചെയ്യും. എൻ്റെ ഈ കപ്പേളയിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഞാൻ സധൈര്യരാക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നമ്മൾ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നടന്നു അടുക്കുന്നതിന് ഈ ദിവസങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും ജപമാല ചൊല്ലുകയും പ്രായശ്ചിത്തം ചെയ്യുകയും പാപങ്ങൾ ഉപേക്ഷിക്കുകയും അനുരഞ്ജന കൂദാശ കൂടുതൽ അടുത്തടുത്ത് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾക്ക് നമുക്ക് മറുപടിയേകാം.